ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വൈഫൈ എക്സ്റ്റൻഡറിനെ കുറിച്ചാണ്. TP-Linkന്റെ AC750 എന്ന മോഡലാണിത്. വൈഫൈ എക്സ്റ്റൻഡറിന്റെ ഗുണം നമുക്കെല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ വീട്ടിൽ ഒരു മോഡം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിഗ്നൽ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വൈഫൈ എക്സ്റ്റൻഡർ യൂസ് ചെയ്യാം. ഉദാഹരണമായി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മുകളിലെ ഫ്ലോറിലാണ് നിങ്ങൾ വൈഫൈ മോഡം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ താഴത്തെ നിലയിലേക്ക് നിങ്ങൾക്ക് സിഗ്നൽ ഒന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വൈഫൈ എക്സ്റ്റൻഡർ യൂസ് ചെയ്ത് താഴത്തെ ഫ്ലോറിലേക്കും നിങ്ങൾക്ക് വൈഫൈ സിഗ്നൽ എല്ലാം ലഭിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ വൈഫൈ എക്സ്റ്റൻഡർ യൂസ് ചെയ്ത് മുകളിലെ ഫ്ലോറിലും അതുപോലെ താഴെ വരുന്ന ഫ്ലോറിലും നെറ്റ് എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കും. എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ താഴത്തെ ഫ്ലോറിലാണ് വൈഫൈ മോഡം സെറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇതിൻ്റെ സിഗ്നൽ മുകളിലെ ചില റൂമുകളിലൊന്നും കിട്ടിയിരുന്നില്ല. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള മോഡം ഇത് വേറെ എവിടേക്കെങ്കിലും പ്ലേസ് ചെയ്ത് മുകളിലെ നിലയിലും അതുപോലെ താഴത്തെ ഫ്ലോറിലും നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾ മോഡം മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി ഇതിൽ നിന്നും ഇൻ്റർനെറ്റ് എല്ലാ ഭാഗത്തേക്കും കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആക്കാൻ സാധിക്കും. എന്നാൽ ചില വീടുകളിൽ ഇത്തരത്തിൽ നമ്മൾ പല ഭാഗത്തെല്ലാം വച്ചുവെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റ് എല്ലാ ഭാഗത്തേക്കും കിട്ടണമെന്നില്ല. അതായത് വൈഫൈ സിഗ്നൽ എല്ലാ ഭാഗത്തേക്കും കിട്ടണമെന്നില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ ഈ വൈഫൈ എക്സ്റ്റൻഡർ വാങ്ങാൻ തീരുമാനിച്ചത്. അധികം എക്സ്പെൻസീവ് അല്ലാത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു മോഡലും അതുപോലെ നല്ല റിവ്യൂ എല്ലാം ഉള്ള ഒരു മോഡലാണ് ഞാൻ സെർച്ച് ചെയ്തത്. അതിനാൽ തന്നെ ഫൈനലി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റാണ് വാങ്ങിയത്. TP-Linkന്റെ AC750 എന്ന മോഡലാണിത്. ഇത് പർച്ചേസ് ചെയ്തതിൽ പിന്നെ എനിക്ക് മുകളിലെ ഫ്ലോറിലും അതുപോലെ താഴത്തെ ഫ്ലോറിലും ഇപ്പോൾ കറക്റ്റായി വൈഫൈ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വൈഫൈ എക്സ്റ്റൻഡറിനെ കുറിച്ച് കൂടുതലായി നോക്കാം. ഇതിൽ എന്തെല്ലാമാണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ മെഷ് വൈഫൈ എക്സ്റ്റൻഡർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. AC50 ഡുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുമെന്ന് കൊടുത്തിട്ടുണ്ട്. 5 GHz 433 Mbps അതുപോലെ 2.4 GHz 300 Mbps ഇതിൻ്റെ സ്പീഡ്. അതുപോലെ ഏതൊരു വൈഫൈ റൗട്ടറിൻ്റെ കൂടെയും ഇത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബോക്സിനുള്ളിൽ നമുക്ക് ഇതുപോലെ ഒരു പ്രൊഡക്റ്റാണ് ലഭിക്കുക. ഇതാണ് നമ്മുടെ വൈഫൈ എക്സ്റ്റൻഡർ. വളരെ ചെറിയ ഒരു പ്രൊഡക്റ്റാണിത്. അതുപോലെ ഈ ബോക്സിനൊപ്പം വരുന്നത് ഒരു ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡാണ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പിക്ചർ സഹിതം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. മെഷ് വൈഫൈ എക്സ്റ്റൻഡർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ മോഡൽ നമ്പർ AC750 ഡുവൽ ബാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈഫൈ ഡെഡ് സോൺ കില്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായി ആക്സസ് പോയിന്റ് മോഡ്, ഈസി സെറ്റപ്പ് വയ ആപ്പ് എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിലായി നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് കാണാം. ഈ ഒരു QR കോഡ് നമ്മൾ മൊബൈലിൽ സ്കാൻ ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. TP-Link ടെതർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇവിടെ ബാക്കിലായി നമുക്കൊരു പിക്ചറൈസ്ഡ് രൂപമെല്ലാം ഇതിനെക്കുറിച്ച് തരുന്നുണ്ട്. അതായത് ഇവിടെയാണ് നമ്മുടെ എക്സിസ്റ്റിംഗ് മോഡം എല്ലാം അല്ലെങ്കിൽ റൗട്ടർ എല്ലാം ഇരിക്കുന്നത് എങ്കിൽ ഇതിൻ്റെ സിഗ്നൽ ഇത് മുഴുവനായി കിട്ടുന്നില്ല എങ്കിൽ ഇത്തരത്തിൽ നമുക്ക് എക്സ്റ്റൻഡഡ് കവറേജ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു എക്സ്റ്റൻഡർ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ വൈഫൈ എക്സ്റ്റൻഡർ. അതുപോലെ ഇവിടെ നമുക്ക് കുറച്ച് സിഗ്നൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഇനി ഇതിൻ്റെ ബാക്കിലായി വരുന്നത് ഇഥർനെറ്റ് എല്ലാം കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നീട് ഇവിടെ ഒരു റീസെറ്റ് ബട്ടൺ ഇതും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ ഒരു ഡിവൈസ് വന്നിരിക്കുന്നത്. വളരെ ചെറിയ ഒരു ഡിവൈസാണിത്. ഈ ഒരു ഡിവൈസ് സെറ്റപ്പ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ റൗട്ടറിന് അടുത്തുള്ള ഒരു പ്ലഗിൽ കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ടെതർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഇത് കണക്ട് ചെയ്യാം.
അതുപോലെ നിങ്ങൾക്ക് ഇത് മോഡവുമായി പെട്ടെന്ന് കണക്ട് ചെയ്യുന്നതിന് മോഡത്തിലുള്ള WPS എന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അതിനുശേഷം 2 മിനിറ്റിനുള്ളിൽ ഇവിടെ ഈ എക്സ്റ്റൻഡറിൽ വന്നിരിക്കുന്ന WPS ബട്ടൺ 1 സെക്കൻഡ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് LED ബൾബ് ഇത് ബ്ലിങ്ക് ചെയ്യുന്നത് നിന്ന് ഇത് സോളിഡ് ആയി ഓൺ ആകുന്നത് കാണാം. ഇത്തരത്തിൽ വരുമ്പോൾ ഇത് കണക്റ്റായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡിൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇത് കണക്ട് ചെയ്യേണ്ടതെന്നും അതുപോലെ WPS ബട്ടൺ എന്താണെന്നും ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ക്വിക്ക് ഇൻസ്റ്റാളേഷൻ ഗൈഡിൽ ലഭിക്കുന്നതാണ്. അതിനാൽ തന്നെ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വളരെ ഈസിയായി സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഒരിക്കൽ ഇത് കോൺഫിഗർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് എവിടെയാണ് സിഗ്നൽ കുറവ് അവിടേക്ക് പ്ലേസ് ചെയ്യാം. അതായത് നിങ്ങളുടെ കിച്ചൺ ഏരിയയിലാണ് ഇപ്പോൾ സിഗ്നൽ കുറവ് എങ്കിൽ കിച്ചൺ ഏരിയയ്ക്ക് അടുത്തായി ഇത് പ്ലേസ് ചെയ്യാം. ഏകദേശം 5 മാസമായി ഞാൻ ഈ വൈഫൈ എക്സ്റ്റൻഡർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്നും ലഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്